ഹലോ ഫ്ലൈവീലേഴ്സ്, ഞാനിപ്പോൾ ഉള്ളത് ജർമ്മനിയിലാണ്. ജർമ്മനിയിലെ കാൾസ്റൂവർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. വേർത്ത് എന്ന് പറഞ്ഞ മെർസിഡീസ് ബെൻസിൻ്റെ ട്രക്ക് പ്ലാന്റിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയ ടൗണാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ ട്രക്ക് പ്ലാന്റ് ഉള്ള സ്ഥലമാണ് വേർത്ത്. നമ്മളിന്നിപ്പോൾ ജർമ്മൻ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ്. എൻ്റെ സ്റ്റോറിയും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഞങ്ങൾ ജർമ്മനിയിലാണ് ഉള്ളതെന്നും അതുപോലെ തന്നെ ജർമ്മൻ എപ്പിസോഡ്സിൻ്റെ ഒരു തുടക്കമാണെന്നുള്ളതും. കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സ് വരുന്നുണ്ട്. ഇന്ന് തുടങ്ങുന്നത് തന്നെ പ്ലാന്റിൽ പോയിട്ടാണ്. ഈ പറഞ്ഞ പ്ലാന്റിലും അതുപോലെ തന്നെ അവിടെ പോയിട്ട് പുതിയൊരു മോഡൽ ഓടിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ എപ്പിസോഡുകൾ എന്തായാലും ഇന്ന് മുതൽ തുടങ്ങുകയാണ്, ജർമ്മൻ എപ്പിസോഡ്സ്. സോ വെൽക്കം ടു ഫ്ലൈവീൽ. ഹായ് ഗൈസ്, സോ ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. മെർസിഡീസ് ബെൻസിൻ്റെ തന്നെ അല്ലെങ്കിൽ തന്നെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ട്രക്ക് പ്ലാന്റ്. 1 കിലോമീറ്റർ നീളമുള്ള ട്രക്ക് അസംബ്ലി യൂണിറ്റാണ് ഇത്. അത് ലോകത്ത് തന്നെ ഏറ്റവും വലുത്. ഇത് മൊത്തത്തിലല്ല പറഞ്ഞാൽ ആ യൂണിറ്റ് മാത്രമാണ്. ഇതാണ് മെയിൻ പ്ലാന്റിൻ്റെ ഒരു ഫോട്ടോ. ഇവിടെ വന്നപ്പോൾ എനിക്ക് വലിയൊരു മെമ്മറി വന്നിരിക്കുകയാണ്. 2012 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത്. അന്ന് ഞാൻ ഇവിടെ നിന്നിട്ട് അടിപൊളി ഫോട്ടോ എടുത്തിരുന്നു. അത് റീക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് മെർസിഡീസ് ബെൻസ് ട്രക്കിൻ്റെ ആസ്ഥാനമായിട്ടുള്ള വേർത്തിലെ കുണ്ടൻ സെൻറ്ററിലാണ്. കുണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ എന്നുള്ള അർത്ഥം എടുത്താൽ മതിട്ടോ. കുണ്ടൻ സെൻറ്ററിലുള്ളത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു ചെറിയ ബ്രീഫിംഗ് എല്ലാം വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു മ്യൂസിയം ഉണ്ട് പഴയ ട്രക്കിൻ്റെ. അതുപോലെ തന്നെ ഫ്യൂച്ചർ ട്രക്കെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെല്ലാം നമുക്ക് കാണാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പ്ലാൻ ടൂറിന് പോവാം. അത് തന്നെ സ്പെഷ്യൽ ട്രക്കിൻ്റെ പ്ലാൻ ടൂറിന് വേണം. മെയിൻ ട്രക്ക് പ്ലാന്റിനില്ല. പക്ഷേ മെയിൻ പ്ലാന്റിനെ കുറിച്ചിട്ടുള്ളൊരു ഹിസ്റ്ററി, അതെങ്ങനെയാണ് ഉണ്ടായതും അതിൻ്റെ ഹിസ്റ്ററി എല്ലാം ഞാൻ ഇപ്പോൾ പറയുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു ഹിസ്റ്ററി. ലോകത്തിലെ ഏറ്റവും വലിയ ട്രക്ക് നിർമ്മാതാക്കളാണ് ഡാimler ട്രക്ക്. നേരത്തെ ഡാimler ഏജിൻ്റെ അണ്ടറിലായിരുന്നു ട്രക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പാസഞ്ചർ കാറുകളും കമേഴ്ഷ്യൽ വെഹിക്കിളും സെപ്പറേറ്റ് ആയതിൻ്റെ ശേഷം ഡാimler ട്രക്കിൻ്റെ അണ്ടറിൽ വരുന്നത് കമേഴ്ഷ്യൽ വെഹിക്കിൾ ഡിവിഷനിൽ വിടുന്ന ട്രക്കിൻ്റെയും ബസ്സിൻ്റെയും നിർമ്മാണമാണ്. ഇതിൽ ലോകോത്തരമായിട്ടുള്ള ബ്രാൻഡുകളാണ് ഡാimler ട്രക്കിൻ്റെ അണ്ടറിൽ വരുന്നത്. Mercedes-Benz Truck and Bus, Freightliner Truck, Fuso Truck and Bus, Benz Truck and Bus, Thomas Built Bus, Western Star Truck, Setra Luxury Bus എന്നിവയാണ് ഡാimler ട്രക്കിൻ്റെ അണ്ടറിൽ വരുന്ന ബ്രാൻഡുകൾ. ഇതിൽ ഏറ്റവും പ്രോമിനൻറ്റ് ബ്രാൻഡായി നിൽക്കുന്നത് മെർസിഡീസ് ബെൻസ് തന്നെയാണ്. യൂറോപ്പ്, ഏഷ്യ, ഓസ്ട്രേലിയ, ലാറ്റിൻ അമേരിക്ക എന്നീ ലോകത്തെ എല്ലാ ഭാഗത്തേക്കുള്ള മെർസിഡീസ് ബെൻസ് ട്രക്ക് നിർമ്മിക്കുന്നതിൻ്റെ മദർ പ്ലാന്റ് ആണ് ജർമ്മനിയിലെ വേർത്തിലുള്ള പ്ലാന്റ്. വേർത്ത് ആൻഡ് റൈൻ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. റൈൻ നദിയുടെ തീരത്താണ് വേർത്ത് എന്ന സ്ഥലമുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ട്രക്ക് പ്ലാന്റും ഇവിടാണ്. 1960 വേർത്തിലെ പ്ലാന്റിന്റെ വർക്ക് തുടങ്ങുന്നതും 1963 ആദ്യമായിട്ട് ട്രക്ക് അസംബ്ലി ലൈനിൽ ഇവിടുന്ന് പുറത്തേക്ക് വരുന്നത്. ഈ പ്ലാന്റിന് ഞാൻ ആദ്യമായിട്ട് വന്ന് എൻ്റെ ഫസ്റ്റ് യൂറോ ത്രിൽ സീരീസിൻ്റെ ഭാഗമായിട്ട് 2012 ഒരു ഉഗ്രൻ എക്സ്പീരിയൻസ് ആയിരുന്നു എന്നുണ്ടായിരുന്നു. കാരണം വാഹന നിർമ്മാതാക്കളുടെ ഇടയിലെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ലൈൻ, 1 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന പ്രൊഡക്ഷൻ ലൈനാണ് ഇവിടെ ഈ വേർത്ത് പ്ലാന്റിലുള്ളത്. 2.2 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണത്തിലാണ് ഈ പ്ലാന്റ് ഉള്ളത്. അതായത് വലിയൊരു പഞ്ചായത്ത് എന്ന് വേണമെങ്കിൽ പറയാം. 400-ലേറെ ഇന്റർനാഷണൽ ഫുട്ബോൾ കോർട്ടിൻ്റെ അത്രയും വലുപ്പമുള്ള ഏരിയയിലാണ് ഈ ട്രക്ക് പ്ലാന്റ് നിർമ്മിച്ചിട്ടുള്ളത്. റൈൻ നദിയുടെ 2 ഭാഗത്തായിട്ടാണ് ഈ ട്രക്ക് പ്ലാന്റ് ഉള്ളത്. ദിവസേന 400 വാഹനങ്ങളാണ് ഈ പ്ലാന്റിൽ നിർമ്മിക്കുന്നത്. കഴിഞ്ഞ 50 വർഷത്തിലേറെയായി ഈ പ്ലാന്റ് നിർമ്മാണത്തിൽ ഇതുവരെ 3 മില്യൺ ട്രക്കിന്റെ മേലെ ഇവിടുന്ന് നിർമ്മിച്ച് പുറത്തു വന്നിട്ടുണ്ട്. മെർസിഡീസ് ബെൻസ് ട്രക്ക് വേറെ എവിടെ നിർമ്മിക്കുന്നുണ്ടെങ്കിലും അതിലേക്കുള്ള പാർട്സുകളെല്ലാം പോകുന്നത് ഈ പ്ലാന്റിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റിന് മദർ പ്ലാന്റ് എന്ന് പറയുന്നത്. യൂറോപ്പിൽ മൊത്തം വിൽക്കുന്ന 5-ൽ 1 ട്രക്ക് നിർമ്മിക്കുന്നതും ജർമ്മനിയിൽ വിൽക്കപ്പെടുന്ന 3-ൽ 1 ട്രക്ക് നിർമ്മിക്കുന്നതും ഈ പ്ലാന്റിലാണ്. മെർസിഡീസ് ബെൻസ് ആണ് യൂറോപ്പിലെ ഏറ്റവും വലിയ ട്രക്ക് ബ്രാൻഡ്. ആ ട്രക്കുകളെല്ലാം തന്നെ നിർമ്മിച്ചു പോകുന്ന ഇവിടെയാണ്. ആക്ട്രോസ്, എറോക്സ്, Actros, Atego, Unimog, Zetros, Econic, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഫുള്ളി ഇലക്ട്രിക് ആയിട്ടുള്ള ഈ ആക്ട്രോസ് വരെ ഈ ട്രക്ക് പ്ലാന്റിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. ഓരോ കസ്റ്റമേഴ്സിനും കസ്റ്റമൈസ് ചെയ്ത് എടുക്കാവുന്ന തരത്തിലാണ് ഈ ട്രക്ക് പ്ലാന്റ് ഉള്ളത്. ഞാൻ ലാസ്റ്റ് വന്ന സമയത്ത് മനസ്സിലാക്കിയൊരു കാര്യം, ഇപ്പോൾ ഇവിടെ യൂറോപ്പിൽ ട്രക്ക് ഓൺ ചെയ്യുന്ന 2 രീതികളാണ്. ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സും അതുപോലെ തന്നെ ഫ്ലീറ്റ് ഓപ്പറേറ്റേഴ്സും. ഇപ്പോൾ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന് സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്യാം. ഇതിൽ 400-ലേറെ കളർ ഓപ്ഷൻസ് എക്സ്റ്റീരിയർ കളറിനും ഇന്റീരിയർ വേണ്ട തരത്തിൽ ക്രാഫ്റ്റ് ചെയ്യുന്ന തരത്തിലുമാണ് ഇവിടെയുള്ള കസ്റ്റമൈസേഷൻ ലെവൽ. എന്നാൽ ഇപ്പോൾ നമ്മളൊരു ഫ്ലീറ്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ
ഫ്ലീറ്റ് ഓപ്പറേറ്റർ ട്രക്കുകൾ പുറമെല്ലാം ഒരുപോലെ തോന്നിക്കും. എന്നാൽ ഓരോ ഡ്രൈവർക്കും ഇൻഡിവിജ്വലി ഇൻറ്റീരിയർ ക്രാഫ്റ്റ് ചെയ്യുന്ന തരത്തിലാണ് ഇവിടുത്തെ ഓപ്പറേഷൻസ് ഉള്ളത്. അതിന് കാരണം യൂറോപ്പിലുള്ള റൂൾ പ്രകാരം ഡ്രൈവർക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡ്രൈവറുടെ കംഫർട്ടും അവരുടെ സേഫ്റ്റിയും അവരുടെ സാറ്റിസ്ഫാക്ഷനും എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻറ്റീരിയർ നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ കസ്റ്റമൈസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഇവിടെ ക്ലെയിം ചെയ്യുന്ന 2 ക്യാബിൻ ഒരുപോലെ ആയിരിക്കില്ല എന്നുള്ളതാണ്. അത്തരമുള്ള ഹൈ കസ്റ്റമൈസേഷൻ ലെവലാണ് ഈ ട്രക്ക് പ്ലാന്റ് ഉള്ളത്. ഓരോ 3 മിനിറ്റിലും പുതിയൊരു ട്രക്ക് റോൾ ഔട്ട് ചെയ്ത് വരും എന്നാണ് ഇവിടെ പറയുന്നത്. ഈ വേർത്ത് പ്ലാന്റിന്റെ കോമ്പസിൽ തന്നെ വ്യത്യസ്ത പ്ലാന്റുകളുണ്ട്. ബോഡി ബിൽഡിംഗ്, എഞ്ചിൻ മേക്കിംഗ്, ഷാസി, വ്യത്യസ്തമായിട്ടുള്ള കോമ്പണൻസ് എല്ലാം കളക്ട് ചെയ്യുന്ന സ്ഥലം, ഇതെല്ലാം തന്നെ വളരെ സിങ്ക്രോണൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഇവിടെ ഉള്ളത്. എന്നിട്ട് പോലും വളരെ ചെറിയ മിസ്റ്റേക്സ് മാത്രമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. 98.5% ഇവരുടെ പെർഫെക്ഷൻ ലെവലായിട്ടാണ് പറയുന്നത്. ഇത്രയും വലിയ പ്ലാന്റ് നടക്കുക ചെറിയൊരു പ്ലാന്റ് ഉണ്ട്, അതാണ് സ്പെഷ്യൽ വെഹിക്കിൾ പ്ലാന്റ്. ഞങ്ങൾ ആക്ച്വലി ഇത്തവണ കവർ ചെയ്യുന്നത് ആ സ്പെഷ്യൽ വെഹിക്കിൾ പ്ലാന്റ് ആണ്. അവിടെ നിർമ്മിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ചില വണ്ടികളാണ്. അതാണ് യുണിമോഗ്, സീട്രോസ്, ഇക്കോണിക് എന്നീ പറഞ്ഞ മോഡലുകൾ. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന മോഡലുകളാണിത്. കാരണം നമ്മൾ സീട്രോസും ഇക്കോണിക്കും ഓൾറെഡി ഫ്ലൈവീലിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. യുണിമോഗിനെ കുറിച്ച് ഞാനൊരു ഇൻട്രഡക്ഷൻ തരുന്നതിനേക്കാളേറെ പലർക്കും അറിയുന്നുണ്ടാവും. എന്തായാലും ഈ 3 ട്രക്കുകളും സ്പെഷ്യൽ പേർപ്പസിന് നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ഓട്ടോമേഷൻ ലെവൽ ആക്ട്രോസ് പോലുള്ള ട്രക്കിൻ്റെ അത്ര ഇല്ലാത്തതുകൊണ്ടും എല്ലാം തന്നെയാണ് സ്പെഷ്യൽ പ്ലാന്റിൽ നിർമ്മിക്കുന്നത്. പൂർണ്ണമായിട്ടും ഇൻഡിവിജ്വലി ബിൽഡ് ചെയ്യുന്ന തരത്തിലാണ് ഈ ട്രക്കുകളുള്ളത്. ഈ ട്രക്ക് പ്ലാന്റാണ് ഇന്ന് നമ്മൾ കാഴ്ചവെക്കുന്നത്. ഇനി അതിൻ്റെ മുന്നേ നമുക്ക് കസ്റ്റമർ സെൻറ്റർ ഒന്ന് പൂർണ്ണമായിട്ട് കാണാം. ഇത് വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വണ്ടിയാണ്. ഇത് വ്യത്യസ്തം മാത്രമല്ല, വളരെ പ്രത്യേകതയുള്ള വണ്ടി. 1886 വന്ന ഡാംലർ മോട്ടേഗ എന്ന് പറയുന്ന വൺ ഓഫ് ദ ഫസ്റ്റ് ഓട്ടോമൊബൈൽസ് ആണ്. ഇതിലൂടെയാണ് വലിയൊരു ഓട്ടോമൊബൈൽ യുഗം തുടങ്ങുന്നത്. ഇതിലൂടെ തുടങ്ങിയിട്ടുള്ള യുഗത്തിൻ്റെ ഭാവിയാണ് നമ്മളിപ്പോൾ കാണുന്ന ഇലക്ട്രിക് എന്നെല്ലാം പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വണ്ടികളിലൊന്ന്. ഇവിടെ വെച്ചിരിക്കുന്ന ഈ വണ്ടി അല്ലാതെ ഈ ഒരു സൈഡിൽ ഒരു ചെറിയൊരു മ്യൂസിയം സെറ്റ് ചെയ്യുന്നുണ്ട്. പഴയ ട്രക്കും അതുപോലെ തന്നെ ഫ്യൂച്ചർ ട്രക്കെല്ലാം ഉണ്ട്. അതെല്ലാം നമുക്ക് നോക്കാം. എന്തായാലും വിൽ ഗോ ത്രൂ ദാറ്റ്. ഇറ്റ്സ് എൻ അമേസിംഗ് വിഷ്വൽസ് ടു സീ. ഈ 2 ട്രക്ക് ഇപ്പോൾ നമുക്ക് തൽക്കാലം നോക്കാം. ഇത് L3000 എന്ന് പറയുന്ന മോഡലാണ്. ബെൻസിൻ്റെ ഒരു പുതിയ യുഗം ട്രക്കിൽ ഫസ്റ്റ് വന്നിരിക്കുന്നതാണ്. മെർസിഡീസ് അതുപോലെ തന്നെ ഡീസൽ എന്നുള്ളൊരു ലോഗോ ഒക്കെ ഇവിടെ കാണാം. കാരണം അന്ന് റുഡോൾഫ് ഡീസൽ എന്ന് പറഞ്ഞ ആളായിരുന്നു ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചിരുന്നത്. അന്ന് പുള്ളിയായിട്ട് ഡീസൽ എഞ്ചിൻ ഡെവലപ്പ് ചെയ്ത് എല്ലാവരും തന്നെ ഡീസലിൻ്റെ ലോഗോ അവരുടെ ലോഗോ കൂടെ വെച്ചിരുന്നു. പണ്ട് MAN ട്രക്കിലും അതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ലോഗോ വന്നത്. പിന്നെ ഇതിൻ്റെ സക്സസറായിട്ട് ഇതിൻ്റെ ശേഷം വന്ന മോഡലാണ് നമുക്ക് പരിചിതമായിട്ടുള്ള ഇന്ത്യയിൽ വന്നിരിക്കുന്ന ടാറ്റ ബെൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് L സീരീസ് പെടുന്ന ട്രക്ക്. അവിടുന്ന് അങ്ങോട്ട് നമുക്കറിയാം ഇന്ത്യയിലുണ്ടായിരുന്ന ട്രക്ക് റെവല്യൂഷൻ എന്താണ്. ഇതും ഗ്ലോബലി തന്നെ ട്രക്കുകളുടെ ഒരു റെവല്യൂഷൻ തുടങ്ങിയിരുന്ന കാലഘട്ടം. ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ മോഡലായിട്ട് വേണമെങ്കിൽ നമ്മൾ സീട്രോസിനെ പറയാം. പക്ഷേ ഇവിടെ നമുക്ക് കാണേണ്ട ഫ്യൂച്ചറാണ്. ഇത് ഫ്യൂച്ചർ ട്രക്ക് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരുന്ന ട്രക്കാണ്. 2018 ആണ് ഹെനോവർ മോട്ടോർ ഷോയിൽ വെച്ച് ഇത് കണ്ടിരുന്നത്. ആ സമയത്തായിരുന്നു അൺവീൽ ചെയ്ത്. ഇത് പറഞ്ഞാൽ ഒരുപാട് ഓട്ടോണമസ് ഫീച്ചേഴ്സോട് കൂടിയുള്ള ഫ്യൂച്ചർ ഡിസൈനോട് കൂടി വന്ന ട്രക്ക്. ആക്ട്രോസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്യാബിന്, പക്ഷേ ഡിസൈനെല്ലാം വളരെ അട്രാക്റ്റീവ്. ഈ ഒരു ലൈറ്റ് മിന്നുന്നെല്ലാം നിങ്ങൾ കാണുന്നുണ്ടോ? ഇതൊരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ്. ഇതിൽ അതുപോലെ തന്നെ ലൈറ്റിംഗ് വ്യത്യാസം വരുന്ന കളേഴ്സെല്ലാം വരും. അതതിൻ്റെ ഡ്രൈവ് മോഡൽ സെലക്ട് ചെയ്യുന്ന പോലെയാണ്. ഇവിടെ ലൈറ്റ്സിൻ്റെ പോർഷനിൽ വന്നിട്ടുണ്ട്. ഇത് ഫുള്ളി ഓട്ടോണമസ് ആയിട്ട് ഡ്രൈവ് ചെയ്യാവുന്ന ട്രക്കാണ്. ഓട്ടോണമസ് ഫീച്ചേഴ്സ് ഇൻട്രോഡ്യൂസ് ട്രക്കാണ്. ദിസ് ഇസ് എ ഫ്യൂച്ചർ ട്രക്ക്. വളരെ അട്രാക്റ്റീവാണ്. ഇറ്റ്സ് ബിഗ് റൈറ്റ്. ഇത് ഇവിടുത്തെ ട്രക്ക് ഷോപ്പിൻ്റെ പുറത്തുള്ള മാൻക്വീൻസ് ആണ്. ഈ മെർച്ചൻഡൈസ് ലൈക്ക് ഈ ജാക്കറ്റ്, ബാഗ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടെ വെക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ ഇങ്ങനത്തെ മോഡൽസും ചെറിയ കപ്പ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. എനിവേ ഞാൻ ഈ മോഡൽ വാങ്ങിയിട്ടുണ്ട്. എറോക്സിൻ്റെ 6x4 ട്രിപ്പറാണ് എൻ്റെ ഫേവറേറ്റ് ട്രക്കിലൊന്ന്. പിന്നെ ഇവിടെ മൊമെൻറ്റോ ആയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. അങ്ങനെ പല ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട്. പോസ്റ്റേഴ്സ് എടുക്കാം. അപ്പോൾ ഇവിടുന്ന് തിരിച്ച് പോകുമ്പോഴേക്കും കുറേ മെമ്മറി ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നല്ല ഫുഡുണ്ട്. ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ലേക്ക് ബൈ സൈഡ് എന്നുള്ള റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ലേക്ക് എന്ന കണ്ടിൽ സ്ട്രീം ഉണ്ട്, പക്ഷേ നല്ല ഫുഡാണ്. അവിടെ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഇവിടെ കസ്റ്റമർ സെൻറ്ററിലുണ്ട്. ജസ്റ്റ് വന്ന് ട്രക്ക് കണ്ട് എടുത്ത് പോകുന്ന പരിപാടിയില്ല. ഒരു ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്.
ഇവിടെയുള്ള ലെഗോ ടെക്നിക്ക് കാണിക്കുന്ന ജർമ്മൻസിൻ്റെ ഒരു രീതിയാണ്, ടെക്നിക്കൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന രീതിയാണ്. ശരിക്കും നല്ലൊരു ടോയ്സാണ് ലെഗോ ടെക്നിക്കിൻ്റെ. ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന യൂണിമോഗും അറോക്സ് എല്ലാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഒരു കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു എഞ്ചിനീയർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഉപയോഗിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാലും ഒന്ന് വാങ്ങണം, മോൻ്റെ കൂടെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനക്കും അതൊരു പഠിപ്പാവുന്നെല്ലാം കരുതിയാണ്. നല്ലൊരു സമയമായിരുന്നു കോവിഡ്, കാരണം വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ഇനി ചാൻസ് കിട്ടിയാൽ എന്തായാലും ചെയ്യണമെന്നുണ്ട്. ഒരു ട്രക്കർ ഇവിടെ ഒരു ഫാമിലിയുമായിട്ട് ട്രക്ക് ഡെലിവറി എടുക്കാൻ വന്ന ഈ കസ്റ്റമർ സെൻറ്ററിൽ കിഡ്സിനുള്ള കുറേ ഏരിയ ഉണ്ട്, കുട്ടികൾക്കുള്ള. അവിടെ നല്ല രസമുള്ള കളിക്കുന്ന കാറുകളെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്യാവുന്ന ട്രക്ക് ബോർഡിൽ ഉണ്ടാക്കാനെല്ലാം പറ്റും. അതിൻ്റെ പുറമെ കുറേ ട്രാഫിക് അവയർനെസ് കാര്യങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്ത്യയിൽ ആക്ച്വലി ഇല്ലാത്തത്. നമ്മൾ കുട്ടികൾക്ക് തന്നെ ട്രാഫിക് അവയർനെസ് വളർത്തിക്കൊണ്ടുവരും. പണ്ട് നമ്മൾ കൊച്ചിയിൽ സുഭാഷ് പാർക്കിലെല്ലാം അവിടെ ട്രാഫിക് സെൻറ്ററിൽ കളിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ ഒന്നും നല്ലൊരു ആക്റ്റീവായി കാണില്ല. പക്ഷേ ഇങ്ങനത്തെ ആക്ടിവിറ്റി സ്കൂളിൽ കൂടെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നാളെ ഒരു നല്ലൊരു തലമുറനെ വാർത്തെടുക്കാൻ പറ്റും. ഈ സ്പെഷ്യൽ ട്രക്ക് ഡിവിഷനിൽ വരുന്നത് 3 ട്രക്കുകളുടെ നിർമ്മാണമാണ്. മെയിൻലി വരുന്ന യൂണിമോഗ്, അതുപോലെ തന്നെ സീട്രോസ്, ഇക്കോണിക്. യൂണിമോഗ് തന്നെ 2 വ്യത്യസ്ത മോഡലുകളും വ്യത്യസ്ത ആക്സൽ കോൺഫിഗറേഷനിലും വരുന്നുണ്ട്. സീട്രോസിനെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലുള്ള മോഡലുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഒന്ന് 4x4ഉം ഒന്ന് 6x6ഉം. ഇതിലിപ്പോൾ സീട്രോസിന് 6x4 എന്ന വേരിയൻ്റ് ഉണ്ട്. അത് ഇവിടെ നിന്നും പോകുന്ന പാർട്ടുകൾ ഉപയോഗിച്ചിട്ട് സൗദിയിലെ പ്ലാന്റിലാണ് അസംബിൾ ചെയ്യുന്നത്. പിന്നെ വന്നിരിക്കുന്ന ഇക്കോണിക്കാണ്. ഇക്കോണിക് വരുന്ന മുനിസിപ്പൽ പർപ്പസ് ആയതുകൊണ്ടും അതുപോലെ തന്നെയുള്ള സ്പെഷ്യൽ പർപ്പസ് ആയതുകൊണ്ടും ആണ് ഈ ഒരു പ്ലാന്റിൽ നിർമ്മിക്കുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മെർസിഡീസ് ബെൻസിന്റെ പവർ ട്രെയിനുകൾ, അതായത് എഞ്ചിനും ഗിയർ ബോക്സുകളും എല്ലാം തന്നെയാണ് ഈ മോഡലുകളിലും വരുന്നത്. വ്യത്യസ്ത കോൺഫിഗറേഷൻ അനുസരിച്ച് ഓരോ എഞ്ചിനുകൾ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ ഇതിന്റെ അണ്ടർ പിന്നിങ്സ് വളരെ ഡിഫറെൻ്റ് ആണ്. ആക്ട്രോസിലോ എറോക്സിലോ എന്നുള്ള പോലെയല്ല ഇതിൻ്റെ അണ്ടർ പിന്നിങ് വരുന്നത്. ആകെയുള്ള സിമിലാരിറ്റി നിൽക്കുന്നത് ഓൾ വീൽ ഡ്രൈവ് ആയിട്ടുള്ള അറോക്സിന്റെ അതേ ആക്സിൽസ് എല്ലാം തന്നെയാണ് സീട്രോസിൽ വരുന്നത്. പക്ഷേ അറോക്സിന്റെ അല്ലെങ്കിൽ ആക്ട്രോസിന്റെ അത്രയും തന്നെ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സും സൊഫിസ്റ്റിക്കേഷനും ഇല്ലാത്ത തരത്തിലാണ് സീട്രോസ് നിർമ്മിക്കുന്നത്. ഈ സീട്രോസും യൂണിമോഗ് അങ്ങനെ നിർമ്മിക്കാൻ കാരണം അതിൻ്റെ ഒരു പ്രവർത്തന മേഖല അങ്ങനെ ആയതുകൊണ്ടാണ്. മെയിൻലി മിലിറ്ററിയും അതുപോലെ തന്നെ സ്പെഷ്യൽ പർപ്പസ് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷനിൽ ഉപയോഗിക്കുമ്പം അവിടെ വെച്ചിട്ട് റിപ്പയർ ചെയ്യേണ്ടെല്ലാം ഘട്ടം വരുമ്പം ആണ് ഈ ഒരു ട്രക്കുകളുടെ പ്രത്യേകത മനസ്സിലാക്കാൻ പറ്റുക. പെട്ടെന്ന് തന്നെ റിപ്പയർ ചെയ്ത് നമുക്ക് അധികം ഇലക്ട്രോണിക്സ് ഒന്നും ഇല്ലാതെ ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ട്രക്കുകൾ നിർമ്മിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു മാർക്കറ്റും അങ്ങനെയാണ്. യൂറോപ്പ് പോലുള്ള അഡ്വാൻസ് ആയ മാർക്കറ്റിൽ സീട്രോസ് വിൽക്കുന്നില്ല. സീട്രോസ് വിൽക്കപ്പെടുന്നത് സിവിലിയൻ പർപ്പസിനും മിഡിൽ ഈസ്റ്റും അതുപോലുള്ള മാർക്കറ്റിലാണ് സീട്രോസ് വിൽക്കുന്നത്. യൂണിമോഗ് ആണെങ്കിൽ യൂറോപ്പിൽ വളരെ പോപ്പുലറാണ്. പക്ഷേ അതിൻ്റെ ഒരു യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഫയർ ട്രക്കായിട്ടും മുനിസിപ്പൽ പർപ്പസിനും എല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഉപയോഗങ്ങൾക്കെല്ലാം പറ്റുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാവുന്ന ട്രക്കുകളാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റിൽ നിർമ്മിക്കുന്ന ഇതിൻ്റെ ബോഡിയും ഫ്രെയിമും അടക്കമുള്ള ഷാസിസുകൾ മാത്രം. ഇത് ഹൈ ലെവൽ കസ്റ്റമൈസേഷനിലുണ്ട്. കസ്റ്റമൈസേഷന് വേണ്ടി പുറത്തു കൊണ്ടുപോയിട്ട് ചെയ്യാവുന്നതാണ്. ആ രീതിയിലാണ് ഇങ്ങനത്തെ ട്രക്കുകൾ നിർമ്മിക്കുന്നത്. ഈ ഒരു പ്ലാന്റിന്റെ വ്യത്യസ്തത എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്ന 2 തരത്തിലുള്ള പ്രൊഡക്ഷനാണ്. ഒന്ന് ഇവിടെ വെച്ചിട്ട് ഷാസിയും മറ്റുള്ള കോമ്പണൻസ് ഫിക്സ് ചെയ്യുന്നതും, മറ്റത് പുറമെ നിർമ്മിക്കുന്ന ക്യാബിനുകൾ ഇവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുകയും ചെയ്യുന്നത്. മറ്റുള്ള മോഡലിൻ്റെ ക്യാബിൻ നിർമ്മിക്കുന്ന അതേ സ്ഥലത്ത് നിന്നാണ് ഈ മോഡലിൻ്റെ എല്ലാം തന്നെ ക്യാബിൻ വരുന്നത്. എന്നാൽ ഈ പ്ലാന്റിൽ വെച്ചിട്ടാണ് ഈ ഓരോ മോഡലിൻ്റെ ഷാസിയും അതുപോലെ തന്നെ ആക്സൽ, എഞ്ചിൻ, മറ്റുള്ള ഓരോ എലമെന്റ്സും ഫിക്സ് ചെയ്തിട്ട് ഷാസി ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഷാസി ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ വളരെ എർഗണോമിക്കലിയാണ്. ഇത്രയും ഹെവി ആയിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യവും വെക്കുന്നുണ്ട്. അതിനെല്ലാം പറ്റുന്ന തരത്തിലുള്ള ക്രെയിൻസ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് ആക്സൽസ് പോലുള്ള ഹെവി ആയിട്ടുള്ള കോമ്പണൻസ് നീക്കുന്നത്. വർക്കേഴ്സിൻ്റെ ഒരു വർക്കിംഗ് നേച്ചറും അതുപോലെ തന്നെ അവരുടെ ഒരു കംഫർട്ടെല്ലാം മനസ്സിലാക്കി ആദ്യം ഷാസി തല കുത്തനെയാണ് ആക്ച്വലി ഫിക്സ് ചെയ്യുന്നത്. അടിയിൽ വരുന്ന ആക്സിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ മേലെ നിന്ന് ഫിക്സ് ചെയ്തിട്ട് പിന്നെ ഷാസി അടുത്ത ലൈനിലെത്തിക്കും ചെരിച്ചു വെക്കും. ചെരിച്ചു വെച്ച് ബാക്കിയുള്ളതെല്ലാം തന്നെ ചെക്ക് ചെയ്തിട്ട് പിന്നീടാണ് ശരിയായ പൊസിഷനിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മേലെ വരുന്ന കാര്യങ്ങൾ ഫിക്സ് ചെയ്യുന്നത്. ഇതെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഈ ഭാഗത്തു നിന്നാണ് എഞ്ചിനും ഗിയർ ബോക്സ് അടങ്ങുന്ന യൂണിറ്റ് ഫിക്സ് ചെയ്യുന്നത്. എഞ്ചിനും ഗിയർ ബോക്സും ആക്സിലും അതുപോലെ തന്നെ മറ്റുള്ള എയർ പൈപ്പിങ്ങും ഇലക്ട്രിക്കൽ ഫീച്ചേഴ്സ് എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് അവസാന ഘട്ടത്തിലാണ് ക്യാബിൻ ഫിക്സ് ചെയ്യുന്നത്. ഇവിടെയുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്സ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷനാണ്. ഒരേ ലൈനിൽ തന്നെ സീട്രോസും യൂണിമോഗും ഇക്കോണിക്കും വരുന്നത്. എന്നാൽ 3 വ്യത്യസ്ത ട്രക്കുകളാണ്. ഈ ട്രക്കുകളിൽ യൂണിമോഗിനുള്ള പ്രത്യേകത പറഞ്ഞാൽ കുറേ കൂടി ബോഡീൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന വീലുകളായതുകൊണ്ട് അതിൽ വരുന്ന ഫൈബർ ആയിട്ടുള്ള വീൽ ആർച്ചുകൾ ഈ പ്രൊഡക്ഷൻ ലൈൻ കഴിഞ്ഞ് പുറത്ത് കൊണ്ടുവന്നിട്ടാണ് ഫിക്സ് ചെയ്യുന്നതെന്നുള്ള വ്യത്യാസം മാത്രമേ.
മാരേജ് പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ട്രക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മാക്സിമം പെർമിസിബിൾ വെയിറ്റ് വെച്ചിട്ട് ബ്രേക്ക് കാലിബ്രേഷൻ നടക്കുകയാണ്. സാധാരണ നമ്മൾ കാണാത്തൊരു കാര്യമാണ്, ഏത് ട്രക്ക് പ്ലാന്റ് പോയാലും മൊത്തത്തിൽ അങ്ങോട്ട് ഉണ്ടാക്കി വിടുകയാണ്. പക്ഷേ ഇവിടെ വേണ്ടി പറ്റുന്ന വെയിറ്റ് വെച്ചിട്ട് അവർ കാലിബ്രേറ്റ് ചെയ്യാണ് ബ്രേക്കിൻ്റെ ഉള്ള ലോഡും ഇല്ലാതെയും. സാധാരണഗതിയിൽ ഇവിടെ ഷൂട്ട് ചെയ്യാൻ അനുവദനീയമല്ല, കാരണം ഒരുപാട് മിലിറ്ററി ട്രക്കും കാര്യങ്ങളും ഉണ്ടാവുന്നതുകൊണ്ട് ഷൂട്ട് ചെയ്യൽ ലിമിറ്റഡ് ആണ്. ഞാൻ ആദ്യം തവണ വന്നപ്പോൾ എനിക്കിവിടെ എൻട്രിയും കിട്ടിയിരുന്നില്ല. പക്ഷേ ഇത്തവണ നമുക്ക് അവരുടെ ക്രൂ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. പ്രൊഡക്ഷൻ ലൈനിൻ്റെ എൻഡിലാണ് ക്വാളിറ്റി ചെക്കുകൾ. എന്നാൽ അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. സോ നമ്മളിപ്പോൾ ഉള്ളത് ഏറ്റവും ലാസ്റ്റ് പോയിന്റിലാണ്. ഇവിടെയാണ് ട്രക്ക് ഫുള്ളി അസംബിൾ ചെയ്ത് വരുന്ന ചാസിയും കാര്യങ്ങളെല്ലാം 6 ലൈനിൽ നിന്ന് വന്നു, ബോഡിയെല്ലാം വന്നു, അതെല്ലാം മാരേജ് ചെയ്ത് ഈ ഒരു പോയിന്റിൽ എത്തിയിരിക്കണം. ഇവിടെ ഇനിയിപ്പം ഒരു ഫൈനൽ ചെക്ക് പോലുള്ള സംഗതികൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ ക്വാളിറ്റി ചെക്കിന് അടുത്ത സ്റ്റേഷനിൽ പോകും. അത് ഞാൻ കാണിച്ചു തരാം. അവിടെ പോയിട്ട് വണ്ടി റേസ് ചെയ്ത് ഫുൾ അണ്ടർ ബോഡിയെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് പുറത്തൊക്കെ റോൾ ഔട്ട് ചെയ്യുന്നത്. പുറത്ത് റോൾ ഔട്ട് ചെയ്തിട്ട് യാർഡിൽ കൊണ്ട് നിർത്തുകയും പിന്നെ വേണ്ട ട്രക്കിന് അതനുസരിച്ചുള്ള ബോഡി ഇടുന്ന രീതിയിലാണ് കൊണ്ടുപോകുകയും ചെയ്യും. ഇനി ഇത് സാധാരണ ഒരു എക്സ്പീരിയൻസ് അല്ല ഇവിടെ കിട്ടുന്നത്. കാരണം ഈ ഒരു ഭാഗം സാധാരണ സ്പെഷ്യൽ ട്രക്സോ ഇവർ ബിസിനസ്സിന് അധികം അലൗ ചെയ്യാത്ത, ഞാൻ മുമ്പ് ഇവിടെ വന്നപ്പോഴും ഈ ഒരു ഭാഗത്ത് വരാൻ പറ്റിയിരുന്നില്ല. കാരണം ഇവിടെ മിലിറ്ററി ട്രക്ക് സെട്രോസും യൂണിമോഗെല്ലാം മിലിറ്ററി ട്രക്ക് എല്ലാം പോകുന്നുണ്ട്. നല്ല കോൺഫിഡൻഷ്യൽ ഏരിയയാണ്. ഇന്നും മിലിറ്ററി ട്രക്ക് എല്ലാം പ്രൊഡക്ഷൻ ലൈനിലുണ്ട്. പക്ഷേ നമ്മളത് ഫിലിം ചെയ്തിട്ടില്ല. ഫിലിമിൽ കുടുങ്ങിയാൽ തന്നെ അത് അവർ പറഞ്ഞിട്ടുള്ളൊരു എക്സംഷനിൽ മാത്രം നമ്മൾ ചെയ്തില്ല. അതേഴ്സ് എല്ലാം തന്നെ വളരെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതർവൈസ് എല്ലാ ട്രക്കുകളും സാധാരണ നമ്മൾ കാണാത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രക്കുകളെല്ലാം ഇവിടെ ഉള്ളത്. ഇക്കോണിക്കിന് റിവ്യൂ ഞാൻ കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ യൂണിമോഗ് നമ്മൾ കൊണ്ടുവരും, സെട്രോസും നമ്മൾ കൊണ്ടുവന്നതാണ്. എനിവേ ഇതൊരു വളരെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. യെസ്, ഇത് ഏറ്റവും പുതിയ ഈ ആക്ട്രോസ് ഇലക്ട്രിക് ട്രക്കാണ്. എന്തായാലും ഇതിൻ്റെ ഡ്രൈവ് വരുന്നുണ്ട്, ഉടനെ ഉണ്ടാവും. ഏത് എപ്പിസോഡാണെന്ന് ഞാൻ പറയില്ല. എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ ഡ്രൈവ് ഇല്ല. പക്ഷേ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ട സ്പെഷ്യൽ പ്ലാന്റും അതിൻ്റെ മുന്നേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത മദർ പ്ലാന്റ്, മെയിൻ ആയിട്ടുള്ള പ്ലാന്റ്, അവിടെ നിർമ്മിക്കുന്ന വണ്ടികളെല്ലാം ഇവിടെ കൊണ്ടുവരും, ഇവിടെ വന്ന് പാർക്ക് ചെയ്യും. ഇവിടെ കൊണ്ടൻസെൻ്റ് എന്ന് പറയുന്ന ഈ കസ്റ്റമർ സെൻറ്ററിൽ വെച്ചിട്ട് ഇവർക്ക് ഡെലിവറി ചെയ്യാം. എനിക്ക് പറഞ്ഞിട്ടുള്ള യൂറോപ്യൻ കസ്റ്റമേഴ്സിൽ 1/3 ആളുകളും ഇവിടുന്ന് ഡെലിവറി എടുക്കാറുണ്ടെന്നാണ്. അതവർ സെറിമോണിയലായിട്ട് ഡെലിവറിയിലും ചെയ്യും. ഇപ്പോൾ വലിയ വലിയ കമ്പനീസിനല്ലാതെ പേഴ്സണലി വണ്ടി എടുക്കുന്നവർക്ക് ഇവിടെ വന്നിട്ട് വളരെ വലിയൊരു എന്താ പറയുക ഒരു ഒക്കേഷനായിട്ട് ഇവിടെ സെലിബ്രേഷനെല്ലാം ആക്കിയിട്ട് ഡെലിവറിയെല്ലാം കൊടുക്കും. വണ്ടികളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. ഇവിടെ നിന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് എടുത്ത് പോകാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കസ്റ്റമർ സെൻറ്ററിൽ നിന്ന് എടുത്ത് പോകാം. ഇങ്ങനെ പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിവേ ഇവിടെ ഇന്നിപ്പം ഈ ആക്ട്രോസിൻ്റെ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. യൂറോപ്പിൽ നിന്നുള്ള പല മീഡിയാസും പല കസ്റ്റമേഴ്സും, മെയിൻലി കസ്റ്റമേഴ്സ് എല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. ആ ഡ്രൈവ് നടക്കുന്നുണ്ട്. ഇവിടെ ഫുള്ളും ഈ ആക്ട്രോസ് പാർക്ക് ചെയ്തില്ല. എന്തായാലും ഇന്നത്തെ ഈ ഒരു എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. നമ്മൾ സാധാരണ ട്രക്ക് പ്ലാന്റുകൾ അങ്ങനെ കാണാത്തതാണ്. അതും തന്നെ സ്പെഷ്യൽ ട്രക്ക് ഉണ്ടാക്കുന്ന പ്ലാന്റ് തീരെ കാണാത്തതാണ്. അപ്പോൾ ആ ഒരു ട്രക്ക് ഒരു അനുഭവം, ആ ഒരു ട്രക്ക് പ്ലാന്റിൻ്റെ അനുഭവം നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത് വരുന്നുണ്ട്. എനിക്കും ഈ 10 വർഷത്തിന് ശേഷം വരുമ്പം വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നേരത്തെ കണ്ട അതേ ട്രക്ക് പ്ലാന്റ് അല്ല ഞാൻ കണ്ടിട്ടില്ല, വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നിങ്ങളത് എൻജോയ് ചെയ്യുന്ന കരുതുന്നുണ്ട്. എന്തായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവരത് കാണാൻ വേണ്ടി ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ട്രക്കിനെ കുറിച്ചുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തതാണ് മറ്റൊരു ട്രക്ക് എക്സ്പീരിയൻസുമായിട്ട് കാണാം. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.